അടൂരിലെ എസ് ഐ നമ്മളോട് ചേരുന്നുണ്ട്. അപ്പോൾ ഈ അടൂരും പരിസര സുരേഷ് കുമാർ ആർ നമ്മുടെ ഈ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ ഈ മയക്കുമരുന്നിന്റെ ഒരു വ്യാപനം എങ്ങനെയുണ്ട്? വളരെ നല്ല രീതിയിലുണ്ട്. പക്ഷേ പോലീസ് വളരെ കാര്യമായിട്ടുണ്ടോ? ഇടപെടുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ ധൈര്യമായിട്ട് ഭരിക്കാം, ഒരു ഇടപെടലും ഉണ്ടാവത്തില്ല. തീർച്ചയായിട്ടും വളരെ നല്ല അഭിപ്രായമാണ്. തീർച്ചയായിട്ടും നല്ലതാണ്. റെയ്ഡൊക്കെ കൂടി തീർച്ചയായിട്ടും പിടിക്കുന്നത് കൂടി എല്ലാ പോലീസ് വളരെ ശക്തമായ അടൂരുണ്ടോ? MDMA വ്യാപനവും അടൂരുണ്ട്. പക്ഷേ പോലീസ് നല്ല ശക്തമായ രീതിയിൽ ജില്ലാ പോലീസ് മേധാവി നടത്തുന്നുണ്ട്. നമുക്ക് ഒരു 90 ദിവസം കൊണ്ട് ഒരു പരിവാക്കാൻ പറ്റുമോ ഇത്? തീർച്ചയായിട്ടും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യം അമ്മമാർക്കൊക്കെ ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും താങ്കളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാസർഗോഡ് എത്തുമ്പോഴേക്ക് തന്നെ നമ്മൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും 90 ദിവസം കൊണ്ട് ഈ അവസാനത്തെ MDMA-കാരനും കേരളം വിടണമെന്ന് നമ്മുടെ ആഗ്രഹം. ജനങ്ങൾ അംഗീകരിക്കില്ല ഇവിടെ അവർ തുടരാൻ. തീർച്ചയായിട്ടും എങ്ങോട്ടാ പോട്ടോ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങ് സ്ട്രോങ് ആയിരിക്കും. അതെ. അങ്ങയുടെ കയറങ്ങൾ ജില്ലാ പോലീസ് മേധാവി DYSP ഒക്കെ ഉണ്ട്. ഞാൻ താഴെ ഏറ്റവും ഉള്ള ആളാണ്. അത് കുഴപ്പമില്ല. അങ്ങേക്ക് താഴെ പോലീസ് അതൊന്നും അങ്ങ് വിചാരിക്കണ്ട. അങ്ങയുടെ സ്റ്റേഷൻ നന്നായിട്ട് ഭരിക്കും. ഒറ്റ ഒരുത്തിനെ വെറുതെ വിടില്ല. ഓക്കെ, താങ്ക് യു. അതാണ് നമ്മൾക്ക് അങ്ങേക്ക് ഒരു ഞങ്ങളുടെ ഒരു ഉപകാരമാണ്. ഈ കപ്പ് പോലീസ് സ്റ്റേഷനിൽ പ്രദർശിപ്പിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. ഓക്കെ, താങ്ക് യു. നമ്മുടെ മാവേലി എസ് ഐ വരട്ടെ ഇറങ്ങിയാണോ? എനിക്ക് അടൂർ സുനിൽകുമാറാണോ ഈ നിൽക്കുന്നത്? സാധാരണ മാവേലി വേഷം കിട്ടാറുണ്ട്. 8 വർഷമായിട്ട് മാവേലി വേഷം ചെയ്യാൻ 38 വർഷമായി. ഞാൻ 40 ഏറെ സന്തോഷം. അടൂരിൽ എത്തിയതിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം ഈ അടൂരിലാണ് ഈ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും അതുപോലെ അടൂരിലത്രയുണ്ടോ? ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല അതിന് പോലീസും മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെയേറെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സംഗതികൾ ഇവിടെ ഉള്ളതിൻ്റെ പേരിൽ ഈ സ്ഥലം കണ്ടെത്തിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തെ പ്രശംസിക്കുകയാണ്. എന്തായാലും ഈ യാത്ര നമ്മുടെ കേരളത്തിന് എന്നും ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഞങ്ങൾ ഇന്നലെ ശാസ്താംകോട്ട ചെന്നപ്പോഴേ ഒരു മുളങ്കാട്ടിനകത്ത് കയറി. ഞങ്ങൾ പ്രതി സൗന്ദര്യം കൊണ്ടുണ്ട് അതിനകത്ത് കണ്ട് അതിനകത്ത് കയറിയപ്പോഴേ അറിഞ്ഞ് അവിടെയുണ്ട് MDMA മുളങ്കാട്ടിനകത്ത്. അപ്പൊ ഇവിടെ ഇപ്പൊ അടൂർ ഇറങ്ങിയത് ഒരുപാട് കേൾവി കേട്ട പ്രശസ്തരായ കലാകാരന്മാരുടെ സ്ഥലമാണല്ലോ. അടൂർ ഗോപാലകൃഷ്ണൻ പോലെ എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ വന്നതാ. ഇപ്പോഴാണ് അറിയുന്നത് അടൂരിൽ MDMA വന്നു. വലിയ പ്രശ്നം വലിയ എന്ന് പറഞ്ഞാൽ കുട്ടികളിലാണ്, ഏറ്റവും കൂടുതൽ കുട്ടികളിലാണ്. അത് വലിയ അപകടമാണല്ലോ അടൂരിലെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ആവുന്നു. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും ഈ യാത്ര വളരെ ഏറെ ഇതാകട്ടെ എന്ന് വലിയ പ്രാർത്ഥനയുണ്ട്. വളരെ നന്ദിയുണ്ട് ഈ സാറിനോടും സാറിന്റെ ടീമിനോടും. ഓക്കെ, താങ്ക് യു. അപ്പൊ മാവേലിയുടെ ഒരു നന്ദി. അല്ല, മാവേലിക്ക് കപ്പ് വേണ്ടേ? ഓക്കെ. അപ്പൊ ജിതേഷ്, വളരെ സന്തോഷം. ഇനി അടുത്ത ഒരാഴ്ചത്തേക്ക് ഈ കപ്പിൽ ചായ കുടിക്കുക. അപ്പൊ എന്താ പറയാ, 20 മില്യൺ എന്നുള്ളത് 40 മില്യൺ ആവും. തീർച്ചയായും. ജിതേഷിന്റെ ആരോഗ്യം നന്നാവും. ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ 51 വയസ്സ്. 51 ഉള്ളൂ. 51. ഇനി ഒരു 10-14 കൊല്ലം കൂടെ ഓണം ഉണ്ണണം നമ്മുടെ അടുത്തെത്തണം. ഓക്കെ, ശരി. അപ്പൊ വരൂ. അപ്പോ നമ്മുടെ പ്രേക്ഷകർ നമ്മളെ അന്വേഷിച്ച് വന്നതാണ്. സാറ് ഞങ്ങളുടെ പ്രേക്ഷകർ സാറിന്റെ വലിയൊരു ബലമാണ്. കാരണം സാറിന് എന്തെങ്കിലും ഒരു മാറ്റം ആ ദിവസം വരുമ്പോഴ് സാറ് പൊട്ടിയിട്ടത് ശരിയായില്ല, മുണ്ട് കൊടുത്തത് ശരിയായില്ല, കര ശരിയായില്ല പറഞ്ഞ ഞാൻ ഒരു ദിവസം മുന്നേ പൊട്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അല്ലെ വിഷമമാണെങ്കിൽ അത് സാറിന്റെ മുഖത്ത് ഇന്ന് സന്തോഷം ഇല്ലല്ലോ. അപ്പൊ സാർ ഉടനെ തന്നെ പറയും, മനുഷ്യനല്ലേ പല കാര്യങ്ങളാ, ഇന്ന് ഉറക്കം ശരിയായില്ല ഇന്നലെ എന്നൊക്കെ ഉള്ള. അപ്പൊ ഓരോ നിമിഷവും സാറിന്റെ ബലം എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും മാവേലി വേഷം അടിച്ചു വെച്ചാൽ ഉടൻ ഈ ടീഷർട്ട് എടുത്തിടണം. ഓക്കെ, ഇതിട്ടൊന്ന് വരച്ചണം. നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സന്തോഷം. സാറിന് ഒത്തിരി ആയുസും ആരോഗ്യം ഒക്കെ. എത്ര വയസ്സുള്ള ഞാൻ ജീവിക്കണം അങ്ങയുടെ അഭിപ്രായം? ഒരു 100-ന് മുകളിൽ. 100 അല്ല 100. എനിക്ക് സെഞ്ചുറി അടിക്കണം. കാരണം അത് പറയാൻ എണ്ണമില്ല. ഒരു രഹസ്യം പറയാം, മാവേലി പുറത്ത് പറയരുത്. എല്ലാം ചതുമ്പ് പിടിച്ചു തുടങ്ങി. അത് കുഴപ്പമില്ല. എന്നിട്ട് 100 പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അപ്പൊ നമുക്കൊരു സാറേ, കൊച്ചു കുട്ടികൾ, അതായത് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളോട് സാറ് സ്കൂളുകളിൽ പോകുന്ന അവരെ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പിന്നെ പ്രചോദനം ഉണ്ടല്ലോ. ഒരാളെ കണ്ടിട്ട് പ്രചോദനം. സാറിന്റെ വാക്കുകൾ അവരുടെ മനസ്സിൽ വേറെ